ഞാൻ JGSS കോട്ടയം സ്കൂൾ ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥിനിയാണ്. നമ്മളെല്ലാവരും YIP സ്റ്റുഡൻറ് രജിസ്ട്രേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്നാൽ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഐഡിയ സബ്മിഷനാണ്. പല പേർക്കും പല കുട്ടികൾക്കും എങ്ങനെയാണ് ഐഡിയ സബ്മിറ്റ് ചെയ്യണം, എങ്ങനെയാണ് ഗ്രൂപ്പ് ഫോം ചെയ്യണം, ഇതൊക്കെ സംശയങ്ങൾ കാണും. ഞങ്ങൾ അതിനു വേണ്ടിയാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ആദ്യം നിങ്ങൾ ഗൂഗിളിൽ പോവുക. അവിടെ അതിൽ YIP 7.0 എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആവും. അവിടെ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം എന്ന് കൊടുക്കുക. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ലോഗിനിലോട്ട് പോവുക. ഇവിടെ നമ്മൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ് ലോഗിനും ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലോഗിൻ. ഇപ്പോൾ സ്റ്റുഡൻറ് ലോഗിനാണ് ഞാൻ കൊടുക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഇമെയിൽ അടിച്ചു കൊടുക്കുക. ഞാൻ ഓൾറെഡി ചെയ്തതായതുകൊണ്ട് നമുക്ക് ഇമെയിലും പാസ്വേഡും കിട്ടും. അപ്പോൾ ലോഗിൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഫസ്റ്റായിട്ട് ചെയ്യുന്നു, രജിസ്റ്റർ ചെയ്യുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പാസ്വേഡ് കൊടുത്തിട്ട് രജിസ്റ്റർ നൗ കൊടുക്കുക. നമുക്ക് ലോഗിൻ കൊടുക്കാം. ഇതാണ് ഇപ്പം എൻ്റെ പ്രൊഫൈൽ. അപ്പം നമുക്ക് ഞാൻ ഐഡിയ സബ്മിഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പണായി വരുന്ന വിൻഡോ ആണ് ഇത്. നമുക്ക് എങ്ങനെ ഐഡിയ സബ്മിഷൻ കൊടുക്കാം എന്ന് നോക്കാം. നിങ്ങൾ ആദ്യം വോയിസ് ഓഫ് കസ്റ്റമറുടെ ക്വിസ് അറ്റൻഡ് ചെയ്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ ഗ്രൂപ്പ് തുടങ്ങുക. ഗ്രൂപ്പ് ഫോർമേഷന് മാക്സിമം 2 പേര് വേണം ഒരു ഗ്രൂപ്പിൽ. അങ്ങനെ ആകുമ്പോൾ 2 പേരും ഒരു ടീം ലീഡറായിട്ടും ഒരു പാർട്ടിസിപ്പൻസ് ആയിട്ടും വേണം. ഇനി ഗ്രൂപ്പ് ഫോർമേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഐഡിയ സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ഐഡിയ എന്ന് വരും. സബ്മിറ്റ് ഐഡിയയിൽ നമുക്ക് ക്രിയേറ്റ് ഓൺ ഐഡിയ ആണെങ്കിൽ ക്രിയേറ്റ് ഓൺ ഐഡിയ കൊടുക്കുക. ഇല്ലെങ്കിൽ പ്രോബ്ലം ഷെൽഫിൽ നിന്ന് നിങ്ങൾക്ക് ഐഡിയ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി ഞാൻ പ്രോബ്ലം ഷെൽഫിലോട്ട് പോവുകയാണ്. കണ്ടില്ലേ എത്ര പ്രോബ്ലംസ് ആണുള്ളത്. ഇത് പല ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. നിങ്ങളുടെ ഐഡിയ ഏതാണോ ഇതൊക്കെ തീംസ് ആണ്. നിങ്ങളുടെ ഐഡിയ ഏതിലാണോ വരുന്നത് ആ തീമിനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത്രയും പ്രോബ്ലംസ് ആണ് നിങ്ങൾക്കുള്ളത്. ഇപ്പം നിങ്ങൾക്ക് പ്രോബ്ലംസ് ഓഫ് ചിൽഡ്രൻ ആണെങ്കിൽ അതിനെ ക്ലിക്ക് ചെയ്യുക. അതിലും നിങ്ങൾക്ക് സബ് തീമുകളുണ്ട്. നിങ്ങൾക്കത് സെലക്ട് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസും സബ്മിറ്റ് ഐഡിയയും കൊടുക്കാവുന്നതാണ്. പ്രോബ്ലം ഷെൽഫ് കഴിഞ്ഞിട്ട് നിങ്ങൾ സബ്മിറ്റ് ഐഡിയ കൊടുക്കുക. അങ്ങനെ ഐഡിയ കൊടുക്കുമ്പോഴേക്കും ആ ഐഡിയ എന്തിനാണ് നിങ്ങൾ സെലക്ട് ചെയ്തത്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഐഡിയ കിട്ടിയത്, ഇങ്ങനെ പല ക്വസ്റ്റ്യൻസ് അതിലുണ്ടാകും. അതിനൊക്കെ നിങ്ങൾ ആൻസർ ചെയ്യുക. അത് കഴിഞ്ഞ് ഫെസിലിറ്റേറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസും ചോദിക്കും. അതിനും നിങ്ങൾ കൊടുക്കുക, ഇൻഫർമേഷൻ കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ YIP ഐഡിയ സബ്മിഷൻ പൂർത്തിയാവും. കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ YIP ഐഡിയ സബ്മിറ്റ് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. എല്ലാവരും പെട്ടെന്ന് തന്നെ YIP ഐഡിയ സബ്മിറ്റ് ചെയ്യുക. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.